അപ്പൊ എല്ലാരും ഒന്ന് അറ്റൻഡൻസ് നോക്കിയേ. All of you please mark your attendance. ചെയ്തോ? അപ്പൊ നിങ്ങൾക്ക് 1 മണിക്ക് മാത്സിന്റെ എക്സാം ഉണ്ടല്ലേ ഇന്ന്? ഇല്ലേ? നമുക്ക് എല്ലാം യെസ് പഠിച്ചു കഴിഞ്ഞു എല്ലാരും? അപ്പൊ നമ്മുടെ ഈ LKG സെമസ്റ്റർ 1 നമ്മുടെ മാത്സ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സെമസ്റ്റർ 1 മാത്സ് ഫുൾ ഈ ബുക്കിലെ ഫുള്ള് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിങ്ങൾക്ക് എക്സാമിന് വരുന്നത് ഏകദേശം ഒരു ഐഡിയ തരാം. 1 to 10 നമ്പേഴ്സ് മാത്രമേ എക്സാമിന് ഉണ്ടാവുള്ളൂ. ഓക്കെ, 1 to 10 നമ്പേഴ്സ് മാത്രമേ എക്സാമിന് ഉണ്ടാവുള്ളൂ. നമ്പർ ഐഡന്റിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. അത് എക്സാമിന്റെ ക്വസ്റ്റ്യൻ തരുമ്പോൾ മിസ് അതിന്റെ കൂടെ ഇൻഫർമേഷൻസ് തരാം. ഇപ്പൊ എല്ലാവരും ഒന്ന് സ്ലേറ്റ് എടുത്തിട്ട് എന്ത് ചെയ്യണം? 0 മുതൽ 10 വരെ ഒന്ന് നല്ല നീറ്റായിട്ട് എഴുതിയിട്ടൊന്ന് മിസ്സിന് കാണിച്ചു തന്നേ. നിങ്ങളുടെ എക്സാം ഗൂഗിൾ ഫോമിൽ തന്നെയാണ്. ഓക്കെ, മാത്സിന്റെ എക്സാം ആയതുകൊണ്ട് ഗൂഗിൾ ഫോമിന് ഡൗട്ട് ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. കുഴപ്പമില്ല, അത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല ഈസി ക്വസ്റ്റ്യൻ ആണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇപ്പൊ എല്ലാവരും ഒന്ന് സ്ലേറ്റ് എടുത്തിട്ട് 0, 1, 2, 3, 4 അങ്ങനെ 10 വരെ ഒന്ന് എഴുതിയ നമ്പേഴ്സ് ഒക്കെ ഓർമ്മയുണ്ടോ നോക്കട്ടെ മിസ്. സ്ലേറ്റിന്റെ ഒരു സൈഡില് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് 0 to 10. ഫസ്റ്റ് 0 മുതൽ സ്റ്റാർട്ട് ചെയ്യാം. 0, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഒന്ന് എഴുതിയിട്ട് മിസ്സിന് കാണിച്ചു തന്നേ. ജാനകി എഴുതുന്നില്ലേ? മിസ് വിളിച്ചില്ലെന്ന് പറഞ്ഞ് വഴക്കിട്ടിരിക്കുകയാണ്. എന്തോ? വിളിച്ചില്ലെന്ന് പറഞ്ഞ് വഴക്കിട്ടിരിക്കുകയാണ്. അയ്യോ, വിളിച്ചില്ലെന്ന് പറഞ്ഞിട്ടാ? ഞാൻ ആരെയും വിളിച്ചില്ലല്ലോ. ഇപ്പൊ വിളിച്ചിട്ടുണ്ടോ? ജാനകിനെ വിളിച്ചില്ലേ? പെട്ടെന്ന് എഴുതിയേ, മുഖം ഒന്ന് മറച്ചു വെക്കണ്ട. സങ്കടാവും എഴുതിയില്ലെങ്കില്. ഇതെല്ലാരും എഴുതുന്നുണ്ട്. ഹർഷാലൊക്കെ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഇഷിത എഴുതി. അതും വെച്ചിട്ട് അവിടെ ഇരിക്കല്ലേ? എക്സാം അല്ലേ, പെട്ടെന്ന് എഴുതി കഴിഞ്ഞു. ജാനകി പെട്ടെന്ന് എഴുതിയാലേ മിസ് ഒരു കണ്ടോ? എല്ലാരും എഴുതി കഴിഞ്ഞു, മോള് മാത്രം എഴുതാതിരിക്കല്ലേ. പെട്ടെന്ന് എഴുതിയ നല്ല മോളെ. ആ സയാൻ എഴുതി, ഗായത്രി അനീഷ് എഴുതി കഴിഞ്ഞു, മാനവ് എഴുതി, ഫാത്തിമ എഴുതി, പിന്നെ നിഷാൻ എഴുതി. എല്ലാവരും എഴുതിയല്ലോ. പെട്ടെന്ന് എഴുത്, പെട്ടെന്ന് എഴുത്. നല്ല മോളായിട്ട് നീറ്റായിട്ട് എഴുതിയേ. എഴുതി പഠിക്കും. അതെന്നെ പഠിക്കും. 1, 2, 3 എഴുതി പഠിക്കും. 1, 0 ഇത് 0 എന്ന് പറയുന്നത്. എഴുതിയവരൊക്കെ നല്ല നീറ്റായിട്ട് എഴുതിയിട്ടുണ്ടേ. സായൊക്കെ എഴുതി കഴിഞ്ഞു. ആഹാ, നല്ല ഭംഗിയുണ്ടേ. ധൻദേവ് എഴുതി കഴിഞ്ഞു, കണ്ടോ?
ജാനകി പെട്ടെന്ന് എഴുതിയേ. ഇനി ആരൊക്കെയാ ബാക്കിയുള്ളത്? നിഹാര, നിഹാൽ ഒരാളെ അല്ലേ കാണുന്നുള്ളൂ. നിഹാര എവിടെ? ഇനി ആരൊക്കെയാ എഴുതാൻ ബാക്കിയുള്ളത് നോക്കട്ടെ. ധൻദേവ് എഴുതിയോ? യെസ്, വെരി ഗുഡ്. നല്ല ഭംഗിയിൽ എഴുതിയിട്ടുണ്ടേ. ഋഷിദേവോ? ഇതാ കണ്ടോ, നിങ്ങൾ എല്ലാരും നോക്കിക്കോ. ജാനകി ഇപ്പൊ എഴുതി കഴിയും. ഇപ്പൊ ഇതാ 9 എഴുതി, 10 എഴുതിട്ട് ഇപ്പൊ മിസ്സിന് കാണിച്ചു തരുവേ. ആഹാ, നല്ല ഭംഗിയായിട്ട് പെട്ടെന്ന് എഴുതിയിട്ടുണ്ടല്ലോ. എന്നിട്ടാണ് ഇങ്ങനെ മടിച്ചിരുന്നേ. ജാനകി നല്ല മോളാണേ. പിണക്കം മാറിയോ മിസ്സിനോട്? മാറിയോ? ഇല്ലേ? ക്ലാസ്സിലിരിക്കുന്നേ. റിഹാനും എഴുതി കഴിഞ്ഞു അല്ലേ? അപ്പൊ എല്ലാരും എഴുതി കഴിഞ്ഞില്ല. നിഹാലും കഴിഞ്ഞില്ല. റിഷാൻ കഴിഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ മിസ് ഇനി ഇവിടെ റിഹാനും നല്ല ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട്. മിസ് ഇവിടെ നിങ്ങൾക്ക് ഒരു നമ്പർ എഴുതി കാണിക്കാം. അത് ഏത് നമ്പർ ആണെന്ന് നിങ്ങൾ പറയണേ. പറയോ? ഓക്കെ. അല്ലെങ്കിൽ വേണ്ട, മിസ് കുറച്ച് എത്ര സർക്കിൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ മതി. ഇത് എത്ര സർക്കിൾ ഉണ്ട് എന്നൊന്ന് എണ്ണി നോക്കിയേ. എന്നിട്ട് പറഞ്ഞ മിസ്സിനോട് എത്ര ഉണ്ടെന്ന്. 1 2 3 4 5 6 1 2 3 4 5 6 അല്ലേ? 1 2 3 4 5 6. ഓക്കെ, ഇനി അങ്ങനാണെങ്കില് യെല്ലോ സർക്കിൾ പറഞ്ഞേ. എത്രയാ? 1 2 3 ഓക്കെ അല്ലേ? ഒരു മിനിറ്റ്. ഇനി ഒന്നുകൂടി എത്ര റെഡ് സർക്കിൾസ് ഉണ്ട്? 1 2 3 4
ആരായി വരച്ചിരുന്ന? ആഹാ, അപ്പൊ അല്ലേ? മനസ്സിലായില്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ ബിഗും സ്മോളും, അതുപോലെ ലോങ് ഷോർട്ട്, ടാൾ ഷോർട്ട്, ഹെവി ലൈറ്റ്, മോർ ലെസ്, ഇത് കൂടി ഒന്ന് നോക്കിയാലോ. ഇത് നിങ്ങൾക്ക് എക്സാമിനില്ല, നമ്പേഴ്സ് മാത്രമേ എക്സാമിനുള്ളൂ കേട്ടോ. 3 നമ്പർ കൺസെപ്റ്റ്സ് ഒന്നും എക്സാമിന് ക്വസ്റ്റ്യൻ ഇട്ടിട്ടില്ല, നമ്പേഴ്സ് മാത്രമേ എക്സാമിനുള്ളൂ. ഓക്കെ, അപ്പൊ മിസ് ചോദിക്കുന്നവര് മാത്രം ആൻസർ പറഞ്ഞാൽ മതി, കേട്ടല്ലോ? ഇതിൽ ഏതാ ബിഗ്, ഏതാ സ്മോൾ? നമുക്ക് ജാനകിയോട് തന്നെ ചോദിക്കാം ആദ്യം. ജാനകി തന്നെ പറഞ്ഞേ, ഏതാ ബിഗ്? റെഡ് ആണോ പിങ്ക് ആണോ? റെഡ് അല്ലേ? റെഡ് ആണ് ബിഗ്, പിങ്ക് സ്മോൾ. ഓക്കെ, അടുത്തത് ഇതിൽ ഏതാ ലോങ്? മാനവ്, പിങ്ക് ആണോ ബ്ലൂ ആണോ ലോങ്? പിങ്ക് ആണോ? അപ്പൊ ബ്ലൂ എന്താ? ഗായത്രി, അനീഷ്, ബ്ലൂ ആരോ എന്താ? ലോങ് ആണോ എന്താ? നീളം കുറഞ്ഞത് എന്നുള്ളതിന് എന്താ പറയാ? ഷോർട്ട്. ഓക്കെ, വെരി ഗുഡ്. അടുത്തത് ഇതിൽ ഏതാ ടോൾ? മർവാൻ, ഏത് കളറാ ടോൾ? ഗ്രീൻ. ഓക്കെ, വെരി ഗുഡ്. അടുത്ത റിഷാൻ. അപ്പൊ യെല്ലോനെ നമ്മൾ എന്ത് പറയും? ഗ്രീൻ ടോൾ ആണെങ്കിൽ യെല്ലോനെ നമ്മൾ എന്ത് പറയും? ഷോർട്ട്. വെരി ഗുഡ്. അടുത്തത് ഇതാരാ വരച്ചിടുന്നേ? ആരാ വരച്ചിടുന്നേ? ഇതില് മോർ ഏതാ ലെസ് ഏതാ? ഇഷിത, ഏതാ മോർ? റെഡ് ആണോ യെല്ലോ? ഏതാ? റെഡ് അല്ലെ? എത്ര എണ്ണം ഉണ്ട് ഇവിടെ? 1 2 3 4 5 6 7 8 9. അങ്ങനെയാണെങ്കിൽ ആരോടെയും ചോദിക്കണ്ടേ?
സായക്. ഇതിനെന്ത് പറയും? ഈ സ്റ്റാറിനെ ഇത് മോറാണെങ്കിൽ ഇതെന്തായിരിക്കും? എന്ത് പറയും? ഇത് ലെസ്. ഓക്കെ, വെരി ഗുഡ്. റെഡ് കളറിലുള്ളത് മോറ്, യെല്ലോ കളറിലുള്ള ഈ സ്റ്റാർ കാണുന്നത് ലെസ്. അപ്പൊ അത് എല്ലാവർക്കും അറിയാം അല്ലേ? ഹെവി ലൈറ്റ് അത് കൂടി ഉണ്ട്. ഓക്കെ, മിസ് കാണിച്ചു തരാം. മിസ്സിന്റെ സ്ക്രീനിലേക്ക് നോക്കണേ. രണ്ട് സാധനങ്ങളുണ്ടോ മിസ്സിന്റെ കയ്യില്? കണ്ടോ? ഒന്ന് മിസ്സിന്റെ ഫോൺ, ഒന്നൊരു ചോക്ക്. ഏതാ ഹെവി? ഏതാ ഹെവി? ഫാത്തിമ, മിസ്സിന്റെ കയ്യിലുള്ള രണ്ട് സാധനങ്ങളില് ഏതാ ഹെവി? ഫോണാണ് അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചോക്ക് എന്തായിരിക്കും? റെഹാൻ, ചോക്കിന് നമ്മൾ എന്താ പറയുക? ഇത് ഹെവി ആണെങ്കിൽ ഇതെന്താ ഹെവി? കനം കുറഞ്ഞത് എന്നുള്ളതിന് എന്താ പറയാ? വെയിറ്റ് കുറഞ്ഞത് എന്താ പറയാ? ഹെവി. ഹെവി എന്ന് വെച്ചാൽ കനം കൂടിയത്, ഫോൺ. അങ്ങനെയാണെങ്കിൽ എന്താ? എന്ത് പറയും? ഹെവി. ആ, ലൈറ്റ്. ഓർമ്മയില്ലേ? പെട്ടെന്ന് മറന്നുപോയല്ലേ? സാരമില്ല. കനം കൂടിയതിനെ, വെയിറ്റ് കൂടിയതിനെ നമ്മൾ ഹെവി എന്ന് പറയും, വെയിറ്റ് കുറഞ്ഞതിനെ ലൈറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പൊ അതിലെല്ലാവർക്കും അറിയാൻ തോന്നല്ലേ? ചോദിക്കാത്തവരുണ്ട്, കുഴപ്പമില്ല, മിസ് ചോദിക്കാം. നമ്മൾ ഈ വർക്ക് ചെയ്തായിരുന്നോ? പേജ് നമ്പർ 69 ചെയ്തായിരുന്നോ? ഓക്കെ, ഇനിയിപ്പോ എന്താ നിങ്ങളോട് ചോദിക്കണ്ടേ? നിങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇല്ലേ? നോക്കട്ടെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോന്ന്. ഇല്ല. അപ്പൊ നിങ്ങള് 3 നമ്പർ കൺസെപ്റ്റ്സ് എല്ലാം പഠിച്ചു. നമ്പേഴ്സ് 10 വരെയും പഠിച്ചു, എണ്ണാനും പഠിച്ചു, എഴുതാനും പഠിച്ചു അല്ലേ? ഇനിയിപ്പോ എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്പേഴ്സ് കണ്ടാല് ഏത് നമ്പർ ആണെന്ന് പറയാലോ? ഒബ്ജക്ട്സ് തന്നാൽ എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണിട്ട് പറയാലോ? ഓക്കെ, ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേ? വർക്ക്ഷീറ്റ് ഉണ്ടല്ലേ? വർക്ക്ഷീറ്റിലത്തെ വർക്ക്, സോറി, ഇപ്പൊ മിസ്സിന്റെ കയ്യിൽ വർക്ക്ഷീറ്റ് ഇല്ല. ഞാൻ നോക്കിയിട്ട് വർക്ക് ഏതാണെന്ന് ഗ്രൂപ്പിൽ പറയാം. ചെയ്യേണ്ട ഇന്നത്തെ ഹോംവർക്ക് ഗ്രൂപ്പിൽ പറയാം കേട്ടോ. അപ്പോ മിസ് എക്സാമിന്റെ കാര്യം ഒന്നുകൂടി പറയാണേ. എന്താ പറയണ്ടേ? 1 മണിക്ക് നിങ്ങൾക്ക് മാത്സിന്റെ എക്സാം ഉണ്ട്. നമ്പേഴ്സ് മാത്രമേ എക്സാമിന് വരുന്നുള്ളൂ. കറക്റ്റ് നമ്പേഴ്സ് കൗണ്ട് ചെയ്തിട്ട് ഓപ്ഷൻസ് പാനൽസ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അവരെ കൊണ്ട് ചെയ്യിക്കണ്ട. ഓക്കെ, അവർക്ക് തെറ്റിപ്പോകണ്ട. തിരക്കിട്ട് ചെയ്യണ്ട. 1/2 മണിക്കൂർ സമയമുണ്ട്, നിങ്ങൾക്ക് സമയം എടുത്ത് ചെയ്യാം. ഓക്കെ, കൂടുതലായിട്ടൊന്നും പറയാനില്ല. അപ്പൊ നമുക്ക് സെക്കൻഡ് സെമിസ്റ്റർ അടുത്ത ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. ഇതിന്റെ വർക്ക്ഷീറ്റ് ഞാൻ ഓരോ ദിവസമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പിൽ മെസ്സേജ് പറയാം. ഓക്കെ, എന്നാലും നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്താലോ? എക്സാമിന് ഒന്നും കൂടി പഠിക്കണ്ടേ? നമ്പേഴ്സ് പഠിക്കണ്ടേ? വേണോ?
എഴുതാനൊന്നും ഇല്ലാത്തതുകൊണ്ട് പഠിക്കാനൊന്നും ഉണ്ടാവില്ല അല്ലെ? എഴുതി പഠിക്കൊന്നും വേണ്ടല്ലോ ഗൂഗിൾ ഫോമിലായതുകൊണ്ട് അല്ലേ? സാരമില്ല, നമുക്ക് അടുത്ത എക്സാം, അതായത് പീരിയോഡിക് എക്സാമിന്, സെമസ്റ്റർ എക്സാമിന് എഴുതാനുള്ള എക്സാം തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് ആൻസർ ഷീറ്റിൽ എഴുതിയിട്ട് ഷീറ്റ് അയച്ചു തരാനുള്ള എക്സാം ആയിരിക്കും. അപ്പൊ ഇത്തവണ നിങ്ങൾ ഗൂഗിൾ ഫോമിൽ എക്സാം അറ്റൻഡ് ചെയ്യാം. വർക്ക്ഷീറ്റിന്റെ ചെയ്യാനുള്ളത് ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടാം. അതനുസരിച്ച് ഓരോ ദിവസമായിട്ട് ചെയ്താൽ മതി. ഓക്കെ, വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ബൈ.